നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം പുതിയ വീഡിയോ എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ 2-3 ദിവസമായിട്ട് തകർത്ത് പെയ്യുന്ന ശക്തമായ മഴയിൽ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കാഴ്ചയാണ്. കണ്ണൂരിൽ പുതിയാപ്പറമ്പ് എന്ന റോഡ്, അതായത് പുതിയാപ്പറമ്പിലെ റോഡാണിത്. അതായത് കണ്ണൂരിൽ നിന്നും അലവ് വഴി വളവട്ടണം ഭാഗത്തേക്ക് പോകുന്ന ഒരു മെയിൻ റോഡ് ആണ് ഇത്. അപ്പോൾ ഇതിലൂടെ ദിവസവും ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മെയിൻ റോഡാണിത്. അപ്പോൾ ഈ തകർത്ത് പെയ്യുന്ന മഴയിൽ ഇപ്പോൾ അപ്പുറത്തെ പറമ്പിൽ നിന്നും മറ്റു ഓയിച്ചാലിൽ നിന്നൊക്കെ വെള്ളം റോഡിലേക്ക് കുത്തി ഒലിച്ചിട്ട് ഇപ്പോൾ വാഹന ഗതാഗതം പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൂടാതെ ചില വാഹനങ്ങളൊക്കെ ധൈര്യത്തിൽ എടുത്തു പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയാമെന്ന് വെച്ചാൽ നമുക്കൊരു ആശ്വാസമായിട്ട് ഇന്നിവിടെ നമ്മളെ ബഹുമാനപ്പെട്ട അഴീക്കോട് MLA KV സുമേഷ് സാറും അതുകൂടാതെ ചിറക്കൽ പഞ്ചായത്ത് മെമ്പർ ശ്രുതി P അംഗങ്ങളും എന്നിവരൊക്കെ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഇവിടെ അവർ വരുമ്പോൾ നാട്ടുകാരും കുറച്ച് യാത്രക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ബഹുമാനപ്പെട്ട MLA സുമേഷ് സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്നൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം. അത് കൂടാതെ തന്നെ ഈ വീഡിയോയുമായിട്ട് ഞാൻ വന്നത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കൂടിയായിട്ടാണ്. അത് കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കാണുക, അതിന് ശേഷം ഞാനത് പറയാം. അതാ പോകുന്ന മുമ്പിൽ ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി രാത്രി യാത്ര, ഇതിലൂടെയുള്ള രാത്രികാല യാത്ര ഈ മഴ സമയത്ത് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം 2 ദിവസം മുമ്പേ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 18/7/2024 അപ്പോൾ ഇന്ന് 2 ദിവസം മുമ്പേ ഞാൻ ഈ വരുന്ന വഴിയിലായിട്ട് കുറച്ച് ദൂരത്തായിട്ട് കള്ള് ഷോപ്പുണ്ട്. അവിടെ രാത്രിയിലാണ് കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ആ മരം പൊട്ടി വീണിട്ട് ഒരുപാട് വണ്ടികൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് ദൂരത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കറിയില്ല ഏത് വഴി പോയാലും എവിടെ എത്തുമെന്നൊന്നും അറിയില്ല. അങ്ങനെ അവിടെ കുടുങ്ങിക്കിടക്കുന്നോ, എനിക്കറിയുന്ന വഴിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി അപ്പോൾ ഈ ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ആ വഴികളിലൊക്കെ വെള്ളക്കെട്ടായിരിക്കും, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ പറയാം, രാത്രി കാലങ്ങളിൽ ഈ വഴി വരുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ പരമാവധി പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് വരാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏതായാലും ബഹുമാനപ്പെട്ട MLA സുമേഷ് സാറും അതുപോലെ മറ്റുള്ളവരൊക്കെ വന്ന് പോയ സ്ഥിതിക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനൊരു പരിഹാരം കാണും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇതിനൊരു പരിഹാരം കാണട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾ വരാതിരിക്കുക എന്നതിന് രാത്രി കാലങ്ങൾ. പകലാകുമ്പോൾ നമുക്ക് എന്താ പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ കാണാനുണ്ടാവും. രാത്രിയാകുമ്പോൾ അതല്ല, പ്രത്യേകിച്ച് മഴയാണ്, കനത്ത മഴയാണ്. ഏതായാലും എനിക്ക് ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനൊരു പരിഹാരം കാണും. ബഹുമാനപ്പെട്ട MLA സാറ് പറഞ്ഞതുപോലെ ഇതിനൊരു പരിഹാരം എന്തെങ്കിലും കാണട്ടെ. കാരണം ഞാനൊക്കെ ദിവസവും ഇതുവഴി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെ ദയനീയമാണ്. വേറെ ഷോർട്ട് വഴി കൂടി പോകണമെങ്കിൽ എല്ലാ റോഡിലും വെള്ളം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വീഡിയോ എത്തിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോ എൻ്റെ ചാനലിലൂടെ വരണമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. ഓക്കെ.
അപ്പോൾ നമുക്ക് ദയനീയമായ കുറച്ചുകൂടി കാഴ്ചകൾ കൂടി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.